കൃഷ്ണൻകുട്ടി കൃഷ്ണൻകുട്ടി ഇത് ഞാനാ ഒന്ന് എഴുന്നേറ്റെ. എനിക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട്. അത് നാളെ രാവിലെ പറയാം. അതല്ല, നീ ഒന്ന് എഴുന്നേറ്റെ. ചേച്ചിയുടെ കത്ത് വന്നിട്ടുണ്ട്. നാളെ രാവിലെ അവരിങ്ങോട്ട് എത്തും. ഇതാണോ ഇത്ര വലിയ അത്യാവശ്യ കാര്യം? അതല്ല, പിന്നെ നീ കളിക്കാതെ കാര്യം പറ വിഷ്ണു. അല്ല, നമ്മുടെ ഓഫീസിലെ പുതിയ സ്റ്റെനോ ലതിക എങ്ങനെയുണ്ട്? അത് കൊള്ളാം. അവർ എഫിഷ്യന്റ് ആണെന്ന് നീ എന്നല്ലേ എന്നോട് പറഞ്ഞിട്ടുള്ളത്? അതെ, ഒഫീഷ്യൽ കാര്യമല്ല ഞാൻ ചോദിച്ചത്, പേഴ്സണലായിട്ട്. വിഷ്ണു സത്യം പറ, എന്താ ഒരു ചുറ്റിക്കളി? അല്ല, ഞാൻ ആ കുട്ടിയെ വിവാഹം കഴിക്കുന്നതിനെ കുറിച്ച് എന്താ നിന്റെ അഭിപ്രായം? അപ്പൊ നിന്റെ കണ്ടീഷൻസ് എല്ലാം നീ പിൻവലിച്ചോ? ഇല്ല, ആ കണ്ടീഷൻസ് എല്ലാം ലതികയ്ക്കുണ്ട്. പോടാ, ഗുണ്ടടിക്കാതെ. അതെടാ സത്യ, നീ എന്നെ വിശ്വസിക്കേ. പോട്ടെ, ഇത് ഇത്ര കറക്റ്റ് ആയിട്ട് നീ എങ്ങനെ അറിഞ്ഞു? അതാണ് എന്റെ മിടുക്ക്. ലതികയോട് നേരിട്ട് ചോദിക്കാതെ തന്നെ ഈ കണ്ടീഷൻസ് എല്ലാം ലതികയ്ക്കുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. അതിന് നീ കുറച്ച് പാടുപെട്ടിരിക്കുമല്ലോ. ആ, കുറച്ച് ബുദ്ധിമുട്ടി. എന്നാൽ എന്താ, ഇനി നീ എന്നെ ഒന്ന് സഹായിക്കണം. എങ്ങനെ? ലതികയ്ക്ക് എന്നെ ഇഷ്ടമാണോന്ന് നീ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കണം. ഇതാ പറഞ്ഞത്, നീ വെറും ശിശുവ. ഈ വക കാര്യങ്ങൾ മൂന്നാമതൊരാൾ അറിയാതെ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കേണ്ടതാ. അല്ല, ഞാൻ നേരിട്ട് ചോദിച്ചാൽ ചീപ്പാവൂ? ചീപ്പും ആവില്ല, കണ്ണാടി ആവില്ല. നീ ധൈര്യമായിട്ട് ചോദിക്കേ. ചോദിക്കല്ലേ? ആ, കുട്ടി തൊഴുതിട്ട് ഇപ്പൊ ഇറങ്ങി വരും. നല്ലതുപോലെ കണ്ടോണം. വിഷ്ണുവിന് ഇഷ്ടമായ സ്ഥിതിക്ക് എന്തായാലും മോശം വഴിയില്ല. എത്രയായാലും അവൻ എന്റെ അനിയനല്ലേ. അത് മാത്രമേ അവനൊരു കുറവായിട്ട് ഞാൻ കാണുന്നുള്ളൂ. ഇടിവെച്ചെന്നാലുണ്ടല്ലോ. ഈ ഇടിക്കുന്ന ഭീഷണിപ്പെടുത്തുന്നല്ലാതെ ചേച്ചി ഇടിച്ചു കാണുന്നില്ലല്ലോ. കാണാൻ വലിയ കൊതിയായിപ്പോ ഇല്ലയോ? എന്നെങ്കിലും ഇവളെന്റെ ദേഹത്ത് കൈവച്ച അതിന് ഞാൻ പ്രതികാരം തീർക്കുന്ന നിന്റെ എല്ലിളക്കിയായിരിക്കും. ഞാൻ വെറുതെ തമാശക്ക്. പേടിക്കണ്ട, ഞാനും തമാശക്ക് ഇടിക്കൂ. അമ്പലത്തിന്റെ മുമ്പിൽ നിന്നാണ് തമാശ. ഇവനാരണി വരുന്നുണ്ട്. രണ്ടുപേരും. അതില് വെള്ള സാരി ഉടുത്തതാണ് ലതിക. മറ്റേ കുട്ടിക്ക് വേറെ പോവാന്ന് വെച്ചിട്ടിരിക്കാം. നമുക്ക് അങ്ങോട്ടോ. എന്തൊരു അത്ഭുതം! നിങ്ങൾ ഇവിടെ പ്രതീക്ഷിച്ചതേ ഇല്ല. ഇത് ഞങ്ങളുടെ ഓഫീസിലെ ലതിക, ഇത് വിഷ്ണുവിന്റെ ചേച്ചി, ഇത് ചേട്ടൻ. ഞാൻ VG കുറുപ്പിയേട്ടൻ, ഇത് പാർവതി കുറുപ്പ്. ഞങ്ങൾ വെറുതെ അമ്പലത്തിൽ വന്നാണ്, തെറ്റിദ്ധരിക്കരുത്. പിന്നെ അംഗവും കാണാം, താളി ഓടിക്കാന്ന് പറഞ്ഞ പോലെ ദിവസവും 4 നേരം താളി തേച്ച് കുളിക്കണം. അത് മൂപ്പർക്ക് നിർബന്ധ. ഇതാരാന്ന് മനസ്സിലായില്ലല്ലോ. ഇത് ഇന്ദു, KSRTC-യിലെ പുതിയ വനിതാ കണ്ടക്ടറാണെന്ന് പറഞ്ഞാ പോരടേ, വനിതയാണെന്ന് കണ്ടാ അറിഞ്ഞൂടെ? എന്താ സമയായോ? ഓഫീസിൽ പോണോ? വരട്ടെ. നല്ല ഐശ്വര്യമുള്ള കുട്ടി. തെറ്റില്ല. ഏതായാലും വിഷ്ണുവിന് ഇഷ്ടമായി. 4 നേരം കുളിക്കാൻ ഞാൻ എന്തുവാടേ, ആനയാണോ? വെള്ളച്ചെടുക്കല്ലേ? ഒന്ന് കാള മനുഷ്യ. അതൊക്കെ പോട്ടെ. ആ KSRTC നിന്റെ ആരാ? അതെന്റെ വകയിലൊരു ഫ്രണ്ടല്ല, ബാക്ക്. അവളുടെ മുമ്പിലുള്ള കൊഞ്ചലും കുഴയിലും ഞാൻ ശ്രദ്ധിച്ചില്ല എന്ന് നീ കരുതരുത്. കാളവാല് പൊക്കുമ്പോ എനിക്കറിയാം. നിങ്ങൾ ഈ കാളവാല് പൊക്കുന്ന നോക്കി നടക്കുന്ന എന്തിനാ മനുഷ്യ? അതെ കൃഷ്ണൻകുട്ടി, എല്ലാം വിഷ്ണുവിന്റെ ഭാഗ്യ. അല്ലെങ്കിൽ അവന്റെ എല്ലാ കണ്ടീഷനും ഒത്തിണങ്ങിയ ഒരു കുട്ടിയെ കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട് ചേച്ചി. കണ്ടീഷനുകൾ പലതും ഓക്കെ അല്ല. പിന്നെ പക്ഷെ ഓക്കെ ആക്കിക്കാം. മനസ്സിലായില്ല. എല്ലാം ഞാൻ പറയാം, വന്നാട്ടെ. എന്റെ ഭഗവതി, ഇവന്റെ ഷേപ്പ് മാറാതെ നീ നോക്കിക്കോണേ. ഇൻസാറ്റ് എവിടം വരെ എത്തി? വ്യംഗ്യം മനസ്സിലായി. മനസ്സിന് അർബുദം ബാധിച്ചവരുടെ വികല്പമായ ആശയങ്ങളോട് താതാത്മ്യം പ്രാപിക്കുവാൻ എനിക്കല്പം ബുദ്ധിമുട്ടുണ്ട്. സാറിന് എന്ത് സാഹിത്യം പറഞ്ഞാലും ശരി, ഞങ്ങളുടെ നാട്ടിൽ ഇതിന് ഷുഗർ എന്ന് പറയും, പഞ്ചാര. ഈ വിഷയമൊക്കെ എങ്ങനെയാ ഒന്ന് പ്രസന്റ് ചെയ്യ? എന്റെ പ്രാണൻ രക്ഷിച്ച ആളല്ലേ, അടുത്ത് ഓട്ടി നിൽക്കാൻ കൊതി. എന്നെ വിടൂ, എനിക്ക് പോണം.
ഇപ്പൊ എന്തിനാ കുതിര? വളരെ സുന്ദരിയായിരിക്കുന്നല്ലോ. ഇതിനൊക്കെ വേണ്ടി ഇല്ലാത്ത സമയം ഉണ്ടാക്കാൻ ഞാൻ തയ്യാറാണ്. ബട്ട് ഫോർ യു ഓൺലി മൈ ഡിയർ സ്വീറ്റി. വേണ്ട, ചീപ്പായി പോവും. വേണ്ട, ഇതൊന്നും വേണ്ട. എന്റെ സ്റ്റൈലിൽ തന്നെ അവതരിപ്പിക്കാം. ആ, ലതിയോടൊന്ന് വരാൻ പറയൂ. ആ, ആ, ഇരിക്കൂ. അർജന്റായിട്ടൊരു ലെറ്റർ ടൈപ്പ് ചെയ്യാനുണ്ടായിരുന്നു. എഴുതിക്കോളൂ. ഡിയർ മാഡം, first of all, let me express my sincere thanks to you for the kind cooperation extended to me. എഴുതിയോ? Continue. You have got all the 7 qualifications. You are the queen of my dreams. Yes, I love you. Latika, I love you. I love you. സർ, ആ, എന്താ സർ വിളിച്ചത്? അല്ല, ഞാൻ ഇൻസിസ്റ്റ് ചെയ്ത കണ്ടീഷൻസ് എല്ലാം ഉള്ളതുകൊണ്ടാണ് ലതിയെ ഇവിടെ അപ്പോയിന്റ് ചെയ്തത്. പൊയ്ക്കോളൂ. ഓഫീസിൽ വെച്ച് ദിവസവും കാണുന്നവരാണെങ്കിലും ചടങ്ങായിട്ട് തന്നെ നടക്കണമല്ലോ. മോളെ, കല്യാണാലോചനയായിട്ട് ആദ്യം കൃഷ്ണൻകുട്ടി ഇവിടെ വന്നപ്പോ സത്യത്തിൽ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എല്ലാം ഇവളുടെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഭാഗ്യത്തെക്കാളൊക്കെ അധികം ഞാൻ വിശ്വസിക്കുന്നത് കഴിവിലാണ്. ഞാൻ ആഗ്രഹിക്കുന്ന എല്ലാ ക്വാളിഫിക്കേഷൻസും ലതിയക്കുള്ളത് കൊണ്ടാണ്. ക്വാളിഫിക്കേഷൻസ് എല്ലാം ഉള്ളതുകൊണ്ടാണല്ലോ കമ്പനിയിൽ ലതിക്ക് ഒരു പോസ്റ്റിംഗ് കിട്ടിയതും വിഷ്ണുവിനെ പരിചയപ്പെടാനിടയാതും. പിന്നെ നമ്മളെല്ലാവരും കൂടി ചായ തണുത്തു പോകും അല്ലേ ഉറപ്പേട്ട? തണുത്താ വേറെ കൊണ്ടുവരൂ. എന്ത് വാടേ? എക്സ്ക്യൂസ് മീ, എന്താ? എനിക്ക് ലതിയോടൊന്ന് സംസാരിച്ചാൽ കൊള്ളാവുന്നുണ്ട്. അതിപ്പോ ഇവിടെ വെച്ച് പറഞ്ഞാ പോരെ? അല്ലേ അല്ലേ നമുക്ക് അകത്തേക്ക് പോവാം. വേണ്ട, ഞാൻ തനിച്ച് സംസാരിച്ചോളാം. ലതിയെ, ഒരു മിനിറ്റ്. എല്ലാറ്റിലും ഞാൻ ചില പ്രിൻസിപ്പിൾസ് ഒക്കെ പാലിക്കുന്ന ആളാ. നമ്മൾ പരസ്പരം എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. എനിക്ക് ലതിയെ ഇഷ്ടമായി. ലതിയക്ക് എന്നെ ഇഷ്ടമായോ? വേഗം വന്നിലടച്ച കുറച്ചു നേരത്തേക്ക് വിഷ്ണു ഇങ്ങോട്ട് വരാതിരിക്കാനുള്ള ഏർപ്പാടുകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ചേച്ചി കാര്യം പറ. പറഞ്ഞേ. അത് വേണ്ട, കൃഷ്ണൻകുട്ടി തന്നെ പറ. കുറുപ്പേട്ടൻ പറ. എന്താ എന്താ കാര്യം? അല്ലെങ്കിൽ വേണ്ട, പിന്നെ പറയാം. എന്നാലും ലതി ഇത് അറിഞ്ഞല്ലേ പറ്റൂ. വിവരം അറിയുമ്പോ കുട്ടി ബോധം കെടുവോ മറ്റോ ചെയ്താലോ? കുറച്ച് തണുത്ത വെള്ളം വല്ലതും എടുത്തു വെച്ചേക്ക് പാർവതി. ഈശ്വര, എന്താ കാര്യം? അങ്ങനെ പേടിക്കാനൊന്നുമില്ല. അതെ, ചെറിയ തോതിലൊരു വഞ്ചന നടത്തിയാണ് വിഷ്ണുവിനെ കൊണ്ട് ഞങ്ങൾ ഈ കല്യാണത്തിന് സമ്മതിപ്പിച്ചത്. എല്ലാം നല്ലതിന് വേണ്ടിയാ. വിഷ്ണുവിന്റെ 7 കണ്ടീഷൻസ് ജോലി പെർമനന്റ് ആക്കാൻ വേണ്ടിയുള്ളതാണെന്നല്ലേ ഞങ്ങൾ പറഞ്ഞത്? അതെ. അത് ജോലിക്ക് വേണ്ടിയുള്ളതല്ല, കല്യാണത്തിന്റെ കണ്ടീഷൻസ്. കല്യാണത്തിനോ?